തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച UDF 10 വർഷത്തിന് ശേഷം വീണ്ടും അധികാരത്തിലെത്തുമോ? കണക്കുകൾ UDFന് അനുകൂലമാണ്. ഇതേ വോട്ടിംഗ് പാറ്റേൺ തുടർന്നാൽ വലിയ ഭൂരിപക്ഷത്തിൽ UDF തിരിച്ചുവരും. NDA അക്കൗണ്ട് തുറക്കുമെന്നും കണക്കുകൾ പറയുന്നു. ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ വോട്ടുകൾ അനുസരിച്ച് ഓരോ നിയമസഭാ മണ്ഡലത്തിലും മുന്നിലെത്തിയ മുന്നണി ഏത് എന്നത് അടിസ്ഥാനമാക്കിയുള്ള ഈ പ്രവചനത്തിൽ UDF 10 വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാനത്ത് അധികാരത്തിൽ എത്തുമെന്ന് വ്യക്തമാക്കുന്നു. 2021 നിയമസഭാ ഫലങ്ങളുമായി താരതമ്യം ചെയ്ത് തയ്യാറാക്കിയ ഈ കണക്കിൽ 4 ജില്ലകളിൽ UDFന് സമഗ്രാധിപത്യമാണുള്ളത്. മട്ടന്നൂർ നഗരസഭയിൽ വോട്ടെടുപ്പ് നടക്കാത്തതിനാൽ മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ കണക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 5 സീറ്റുകളുള്ള കാസർഗോഡ് UDFനാണ് മേൽക്കൈ. ഇവിടെ LDFന് 2 സീറ്റും UDF 3 സീറ്റും നേടും. 2021 നേരെ തിരിച്ചായിരുന്നു ഫലം. കഴിഞ്ഞ തവണ 9-2 ആയിരുന്ന കണ്ണൂർ ജില്ലയിൽ 2026 2 മുന്നണികൾക്കും സീറ്റുകൾ തുല്യമായി വീതിക്കപ്പെടുമെന്നാണ് കണക്കുകൾ. തദ്ദേശ ഫലം ആവർത്തിച്ചാൽ 2026 കോഴിക്കോട് UDF തൂത്തുവാരും. കഴിഞ്ഞ തവണ 11 സീറ്റ് നേടിയ LDF 2ലേക്ക് താഴും. അതേസമയം UDF 2-ൽ നിന്ന് 11ലേക്ക് കുതിക്കും. 3 സീറ്റുകളുള്ള വയനാട്ടിലും 16 സീറ്റുകളുള്ള മലപ്പുറത്തും LDF സംപൂജ്യരാവുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അതേസമയം പാലക്കാടും തൃശ്ശൂരും LDFന് വലിയ തളർച്ചയില്ല. പാലക്കാട് കഴിഞ്ഞ തവണയുണ്ടായിരുന്ന 10-ൽ നിന്ന് 2 സീറ്റുകൾ മാത്രമേ കുറയുന്നുള്ളൂ. UDF 2-ൽ നിന്ന് 4-ലെത്തും. തൃശ്ശൂരിൽ LDFന് 1 സീറ്റ് മാത്രമേ കുറയുന്നുള്ളൂ. 12-ൽ നിന്ന് 11ലേക്ക് താഴും. UDF ആവട്ടെ 1-ൽ നിന്ന് 2 ഉയർത്തും. 14 സീറ്റുകളുള്ള എറണാകുളത്ത് UDF തൂത്തുവാരുമെന്നാണ് പ്രവചനം. കഴിഞ്ഞ തവണ ജില്ലയിൽ LDFന് 5 സീറ്റുകൾ ലഭിച്ചിരുന്നു. 2021 LDF 4-ഉം UDF 1-ഉം സീറ്റ് നേടിയിരുന്ന ഇടുക്കി ഇത്തവണ തലതിരിയും. അടുത്ത നിയമസഭയിൽ LDFന് 1-ഉം UDFന് 4-ഉം സീറ്റുകളാണ് പ്രവചിക്കപ്പെടുന്നത്. ആലപ്പുഴയിൽ LDF 8-ൽ നിന്ന് 6-ലേക്ക് ചുരുങ്ങുമ്പോൾ UDF 1 സീറ്റ് 3 ഉയർത്തും. എന്നാൽ 2021 5-ൽ 5-ഉം നേടിയ പത്തനംതിട്ടയിൽ LDF ഇക്കുറി സംപൂജ്യരാവുമെന്നാണ് കണക്ക്. 11 സീറ്റുകളുള്ള കൊല്ലത്ത് LDFന് വലിയ പരിക്കില്ല. 9-ൽ നിന്ന് 7 കുറയും. UDF ആവട്ടെ 2-ൽ നിന്ന് 4 വർദ്ധിക്കും. 14 സീറ്റുകളുള്ള തലസ്ഥാനത്ത് വലിയ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് NDA ആണ്. 2021 ആകെ ഉണ്ടായിരുന്ന 1 സീറ്റ് നഷ്ടപ്പെട്ട തിരുവനന്തപുരത്ത് പുതിയ കണക്കുകൾ പരിശോധിച്ചാൽ NDA 2 സീറ്റ് വരെ നേടുമെന്നാണ് പ്രവചനം. LDF സീറ്റുകൾ 13-ൽ നിന്ന് 10 കുറയുമ്പോൾ UDFന് 1 സീറ്റ് കൂടും. ആകെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ UDF 80 സീറ്റുകളുമായി അധികാരത്തിലേക്ക് തിരിച്ചു വരും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 41 സീറ്റുകൾ മാത്രമായിരുന്നു മുന്നണിക്ക് നേടാൻ സാധിച്ചത്. 99 സീറ്റുകൾ നേടിയ LDF ആകട്ടെ 58 സീറ്റുകളുമായി പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരും. BJP ആദ്യമായി നിയമസഭയിൽ 2 സീറ്റുകൾ നേടുകയും ചെയ്യും. നേമം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലാണ് NDA മുന്നണിക്ക് മേൽക്കൈ നേടാൻ സാധിക്കുകയെന്നാണ് പ്രവചനം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.